ഹായ് സ്റ്റുഡൻസ്, വേ ടു എക്സാം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ന്യൂ മാർക്കറ്റിംഗ് റിയാലിറ്റി എന്നുള്ള ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ന്യൂ മാർക്കറ്റിംഗ് റിയാലിറ്റി, മാർക്കറ്റിംഗിലെ പുതിയ റിയാലിറ്റിയെക്കുറിച്ച്, ട്രെൻഡിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇൻ ടുഡേ ബിസിനസ് എൻവയോൺമെൻറ്റ് മാർക്കറ്റ് പ്ലേസ് കണ്ടിന്യൂസ്ലി ചേഞ്ചിങ്. ഇന്നത്തെ മാർക്കറ്റ് പ്ലേസ് തുടർച്ചയായിട്ട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് മാർക്കറ്റിംഗ് എന്നുള്ളത്. ഇറ്റ് ഷുഡ് ബി ജോയിൻ ആൻഡ് റെസ്പോണ്ട് ടു സെവറൽ ഇമ്പോർട്ടൻറ്റ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ നമ്മൾ മാർക്കറ്റേഴ്സ് എന്ത് ചെയ്യണം? ദ മാർക്കറ്റേഴ്സ് ഇറ്റ് ഷുഡ് ജോയിൻ. മാർക്കറ്റേഴ്സ് അതിലേക്ക് ജോയിൻ ചെയ്യുകയും അതിനെതിരെ റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. സ്മോൾ ആൻഡ് ലാർജ് ബിസിനസ് ആർ അഫക്റ്റഡ് ബൈ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സ്. വലിയ ബിസിനസ്സുകാരാണെന്നുണ്ടെങ്കിലും അതുപോലെ ചെറിയ ബിസിനസ്സുകാരാണെന്നുണ്ടെങ്കിലും ധാരാളം എക്സ്റ്റേണലായിട്ടും ഇൻറ്റേർണലായിട്ടുള്ള ഘടകങ്ങൾ ബിസിനസ്സിനെ ബാധിക്കുന്നുണ്ട്. അത് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കൺട്രോൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊന്നും നമുക്ക് എടുക്കാൻ സാധ്യമല്ല. സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ന്യൂ മാർക്കറ്റിംഗ് റിയാലിറ്റി, പ്രധാനപ്പെട്ട മാർക്കറ്റിംഗ് റിയാലിറ്റിയെ കുറിച്ചിട്ടാണ് ഓരോ പോയിൻറ്റുകളായിട്ട് 10-15 പോയിൻറ്റുകളുണ്ട്. ഒന്ന് ഷോർട്ടായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ്, നെറ്റ്വർക്ക് ഇൻഫർമേഷൻ ടെക്നോളജി. ഇൻഫർമേഷൻ ടെക്നോളജിയിൽ വന്ന മാറ്റങ്ങളാണ്. ഡെവലപ്മെൻറ്റ് ഓഫ് എ ടെക്നോളജി ഈസ് വൺ ഓഫ് ദി മേജർ ഫോഴ്സ് ദാറ്റ് ഡ്രൈവിംഗ് ന്യൂ റിയാലിറ്റി ഇൻ ടുഡേ മാർക്കറ്റ്. ഇന്നത്തെ മാർക്കറ്റിൽ പ്രധാനമായിട്ടും വന്ന ഒരു വികസനമാണ് ടെക്നോളജിയിൽ. അതിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റെവല്യൂഷൻ ഡിജിറ്റൽ ടെക്നോളജിയിൽ വന്നിട്ടുണ്ട്. ഈ ടെക്നോളജിയിൽ വന്ന മാറ്റം ഇൻഫർമേഷൻ ഏജ് ഡെവലപ്പ് ചെയ്യുന്നതിന് കാരണമായി. ഇൻഫർമേഷൻ ഏജ് പ്രോമിസ് ചെയ്യുന്നത് കൂടുതൽ അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ലെവലും അതുപോലെ ടാർഗറ്റഡ് കമ്മ്യൂണിക്കേഷനും റെലവൻ്റ് ആയിട്ടുള്ളൊരു പ്രൈസിങ്ങുമാണ്. ടെക്നോളജിയിൽ നമുക്ക് ഡെവലപ്മെൻറ്റ് വന്നതോട് കൂടിയിട്ട് അസിസ്റ്റ് ചെയ്യാനും മാർക്കറ്റേഴ്സിൻ്റെ പുതിയ കേപ്പബിലിറ്റി ജനറേറ്റ് ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ട്. ഇൻ്റർനെറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിലുള്ളൊരു ചാനൽ, അതുപോലെ തന്നെ ഇൻഫർമേഷൻ ലഭിക്കാനുള്ളൊരു ചാനൽ ഇതുവഴി നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ സെയിൽസും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. ദേ ക്യാൻ ഗ്രേറ്റർ ഇൻഫർമേഷൻ അബൌട്ട് കസ്റ്റമേഴ്സ്, പ്രോസ്പെക്ട്, മാർക്കറ്റ് ആൻഡ് കോമ്പറ്റീറ്റേഴ്സ്. മാത്രമല്ല ഇൻഫർമേഷൻ കസ്റ്റമേഴ്സിനെ കുറിച്ചും പ്രോസ്പെക്റ്റസിനെ കുറിച്ചിട്ടും മാർക്കറ്റിനെ കുറിച്ചും കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഈ രീതിയിൽ ഡിജിറ്റൽ ഇൻഫർമേഷൻ വഴി അതിൽ ഇൻ്റർനെറ്റ് വഴി ലഭ്യമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റത്തെ പോയിന്റിൽ ഇത്രയേ പറയണുള്ളൂ. വിവരങ്ങൾ ലഭിക്കാൻ വേണ്ടി പുതിയ ടെക്നോളജി വന്നിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതാണ്? നെറ്റ്വർക്കാണ്, ഇൻ്റർനെറ്റ്. ഗ്ലോബലൈസേഷൻ, സെക്കൻഡ് പോയിന്റ്. ഗ്ലോബലൈസേഷൻ ഈസ് എ പ്രൈമറി പ്രോസസ് ഇൻ്റഗ്രേഷൻ ആൻഡ് ഇൻട്രാക്ഷൻ എമംഗ് കമ്പനി, പീപ്പിൾ ആൻഡ് ഗവൺമെൻറ് ഓഫ് ദി ഡിഫറെൻറ്റ് കൺട്രീസ്. ആഗോളവൽക്കരണം നടക്കാൻ, ഇൻ്റഗ്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക, സംയോജിച്ചുകൊണ്ട് പ്രവർത്തനം നടത്താൻ ഗവൺമെൻറ്റും അതുപോലെ തന്നെ ജനങ്ങളും, വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള ജനങ്ങളും ഗവൺമെൻറ്റും തമ്മിൽ കൂടി ചേർന്നിട്ട് പ്രവർത്തിക്കാം. അതാണ് ആഗോളവൽക്കരണത്തിൽ സംഭവിക്കുന്നത്. ടുഡേ മാർക്കറ്റ് പ്ലേസ് സെവറൽ ഓർഗനൈസേഷൻ ഹാവ് ഡിസാറ്റിസ്ഫൈഡ് വിത്ത് എ സെയിൽ ആൻഡ് റവന്യൂ ഓൺ ദ ഡൊമസ്റ്റിക് ലെവൽ. മിക്ക സ്ഥാപനങ്ങളും ഡൊമസ്റ്റിക് ലെവലിൽ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളത് താല്പര്യമില്ലാത്തവരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ദേ ആർ മേക്കിംഗ് എഫേർട്ട് ടു എക്സ്പാൻഡ് ദെയർ ബിസിനസ് ഇൻ്റർനാഷണൽ മാർക്കറ്റ്. അപ്പോൾ അവരെന്ത് ചെയ്യുകയാണ്? അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുകയാണ്, ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എക്സ്പാൻഡ് ചെയ്യാനുള്ളൊരു ശ്രമം നടത്താണ്. അതിനുള്ള ടെക്നോളജിയിൽ അഡ്വാൻസ്മെൻ്റ് ഉണ്ട്. ട്രാൻസ്പോർട്ടേഷൻ മേഖല വളർന്നിട്ടുണ്ട്. ഷിപ്പിംഗ്, കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം ഈസിയറായിട്ട് നമുക്ക് നടത്താൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ വ്യത്യസ്ത രാജ്യങ്ങൾ തമ്മിൽ മറ്റ് രാജ്യങ്ങളുമായിട്ടും പ്രൊഡക്റ്റുകൾ അസംബിൾ ചെയ്യാനും സർവീസ് ചെയ്യാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഗ്ലോബലൈസേഷൻ കൊണ്ടുള്ള ഗുണങ്ങൾ. ഇപ്പോൾ ഗ്ലോബലൈസേഷൻ സംഭവിക്കുന്നത് എന്താണ്? പ്രൊഡക്റ്റുകൾ അസംബിൾ ചെയ്യാനും സർവീസ് ചെയ്യാനും മറ്റ് രാജ്യങ്ങളുമായിട്ട് നമുക്ക് സാധിക്കുന്നു. ഇൻ്റർനാഷണൽ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാനും കഴിയുന്നു. ഇനി തേർഡ് പോയിന്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. സാമൂഹികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ്. ടുഡേ ബിസിനസ് എൻവയോൺമെൻറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഈസ് അനദർ ഫോഴ്സ് ഡ്രൈവിംഗ് ന്യൂ മാർക്കറ്റിംഗ് റിയാലിറ്റി. പുതിയൊരു മാർക്കറ്റിംഗ് റിയാലിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒരു പ്രധാന ഘടകമായിട്ട് മാറുകയാണ്. ദിസ് ഈസ് ബിക്കോസ് ദ പീപ്പിൾ ആർ ബിഗെയിം വെരി കൺസേൺ അബൌട്ട് ദി വെൽഫെയർ എൻവയോൺമെൻറ്റ് ആൻഡ് ദംസെൽസ്. ഓരോ ജനങ്ങളും ഇന്ന് വളരെയധികം അവരവരുടെ സുരക്ഷയെക്കുറിച്ചും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ വെൽഫെയറിനെ കുറിച്ചും ബോധവാന്മാരാണ്. ഓർഗനൈസേഷൻ നീഡ് ടു ഇൻക്ലൂഡ് ദി സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇൻ ദെയർ പ്രാക്ടീസ്. അപ്പോൾ അവരെ ഓരോ സ്ഥാപനങ്ങളും എന്ത് ചെയ്യുകയാണ്? സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ അവരുടെ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമാക്കിയിട്ട് മാറ്റുകയാണ്. ഇൻ ദ മാർക്കറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദർ ആർ സോ മെനി കമ്പനി വിച്ച് ഹാവ് ഇംപ്ലിമെൻറ്റഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സ്ട്രാറ്റജി മാർക്കറ്റിംഗ് പ്രോസസ്സ്. മാർക്കറ്റിങ്ങിൽ ഒരു സ്ട്രാറ്റജി ആയിട്ട് എന്തിനെ കൊണ്ടുവരികയാണ്? സാമൂഹിക ഉത്തരവാദിത്തത്തെ.
കൂടുതൽ അവരുടെ ബ്രാൻഡ് ഇമേജ് ഇൻക്രീസ് ചെയ്യാനും പ്രൊഡക്റ്റ് കൂടുതലായിട്ട് വിൽപ്പന നടത്താനും കൂടുതൽ ലാഭം ഉണ്ടാക്കാനൊക്കെ ഇതിലൂടെ സാധിക്കും. അപ്പോൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ബിസിനസ്സിൻ്റെ ഒരു ഭാഗമായിട്ട് മാറ്റുന്നത് വഴി ബിസിനസ്സിൻ്റെ റെപ്യൂട്ടേഷൻ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് തേർഡ് റിയാലിറ്റിയിൽ പറയുന്നത്. ഇനി ഡീറെഗുലേഷൻ, നിയന്ത്രണങ്ങളൊക്കെ ഒഴിവാക്കാൻ. മെനി കൺട്രി ഹാവ് ഡീറെഗുലേറ്റഡ് ഇൻഡസ്ട്രി ടു ക്രിയേറ്റ് ഗ്രേറ്റർ കോമ്പറ്റീഷൻ ആൻഡ് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി. നമ്മൾ നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയത് വഴി കൂടുതൽ കോമ്പറ്റീഷനും അതുപോലെ തന്നെ വളരാനുള്ള സാധ്യതകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് യുണൈറ്റഡ് സ്റ്റേറ്റിൽ നിയമങ്ങളൊക്കെ കുറച്ചത്, റെഗുലേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെൻറ് ലിബറലൈസേഷൻ പോളിസി ഒന്ന് വന്നതോട് കൂടിയിട്ട് ധാരാളം തരത്തിലുള്ള നിയന്ത്രണങ്ങളിൽ നിന്നും ബിസിനസ് ഫീൽഡിനെ ഒഴിവാക്കിയിട്ടുണ്ട്. പെട്ടെന്ന് ബിസിനസ് ആരംഭിക്കുന്നതിനുള്ള അവസരങ്ങൾ അതിലൂടെ ലഭിച്ചിട്ടുണ്ട്. ഇനി പ്രൈവറ്റൈസേഷനാണ്. മെനി കൺട്രി ഹാവ് കൺവേർട്ടഡ് പബ്ലിക് കമ്പനി ടു എ പ്രൈവറ്റ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ് ടു ഇൻക്രീസ് ദെയർ എഫിഷ്യൻസി. മിക്ക കമ്പനികളും എന്തായിട്ട് കൺവേർട്ട് ചെയ്ത് പബ്ലിക് കമ്പനികളായിരുന്നതെല്ലാം തന്നെ പ്രൈവറ്റ് ഓണർഷിപ്പിലേക്കും മാനേജ്മെൻറ്റിലേക്കും മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിച്ചു. മാസീവായിട്ടുള്ള ടെലികോം കമ്പനികളൊക്കെ ഇതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്. ഇന്ത്യയിലും ഇത്തരത്തിലുള്ള ധാരാളം പബ്ലിക് കമ്പനികൾ പ്രൈവറ്റൈസേഷൻ രീതിയിൽ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് പറയണത്. നെക്സ്റ്റ്, ഹൈറ്റൻ കോമ്പറ്റീഷൻ. നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ വരികയാണ്, ഇൻറ്റൻസീവായിട്ടുള്ള കോമ്പറ്റീഷൻ വരികയാണ് ഡൊമസ്റ്റിക് മാർക്കറ്റും ഫോറിൻ മാർക്കറ്റും തമ്മിൽ. വിവിധ രീതിയിലുള്ള ബ്രാൻഡുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ബ്രാൻഡ് മാനുഫാക്ചേഴ്സ് ഫർദർ എഫക്റ്റഡ് ബൈ പവർഫുൾ റീറ്റെയിലേഴ്സ് മാർക്കറ്റ് ദെയർ ഓൺ സ്റ്റോർ ബ്രാൻഡ്. അപ്പോൾ ഒരുപാട് ബ്രാൻഡുകൾ വന്നതോട് കൂടിയിട്ട് റീറ്റെയിലേഴ്സിന് അവരവരുടെ ബ്രാൻഡുകൾ കീപ്പ് ചെയ്യാനും അത് മാർക്കറ്റ് ചെയ്യാനൊക്കെ ധാരാളം ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ്. കാരണം ധാരാളം ബ്രാൻഡുകൾ വരികയാണ്, മെഗാ ബ്രാൻഡുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. വ്യത്യസ്ത വെറൈറ്റിയിലുള്ള പ്രൊഡക്റ്റുകൾ വ്യത്യസ്ത കാറ്റഗറിയിലൊക്കെ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് ഇറക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ കോമ്പറ്റീഷൻ വന്നു എന്നുള്ളതാണ് റിയാലിറ്റിയിലെ ഒരു പോയിൻ്റായിട്ട് പറയുന്നത്. ബ്രാൻഡുകൾ, മെഗാ ബ്രാൻഡുകൾ, വെറൈറ്റി ഓഫ് റിലേറ്റഡ് പ്രൊഡക്റ്റ് കാറ്റഗറി, ഇതൊക്കെയാണ് ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി ഇൻഡസ്ട്രി കൺവേർജൻസ് ആണ്. ഇൻഡസ്ട്രി കൺവേർജൻസിൽ 2 or more ഇൻഡസ്ട്രീസ് ഒന്നിച്ച് ചേർന്നിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. 2 or more ഇൻഡസ്ട്രി ജോയിൻ ഹാൻഡ്സ് നോൺ ഇൻഡസ്ട്രി കൺവേർജൻസ്. അതിനെയാണ് നമ്മൾ ഇൻഡസ്ട്രി കൺവേർജൻസ് എന്ന് പറയുന്നത്. 2 or 3 വലിയ കമ്പനികൾ കൂടിച്ചേർന്നിട്ട് പ്രവർത്തിക്കുക. ഫ്യൂച്ചറിലൊക്കെ നല്ല മാറ്റങ്ങൾ വരാൻ സാധ്യതയുള്ളതാണ് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ. ആപ്പിൾ, സോണി ഇങ്ങനെയുള്ള ബിസിനസ്സുകാരൊക്കെ ഒന്നിച്ച് ചേർന്നുകൊണ്ട് ബിസിനസ് മുന്നോട്ട് പോവുക എന്നുള്ളത് ഇതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇനി റീറ്റെയിൽ ട്രാൻസ്ഫോർമേഷൻ. റീറ്റെയിൽ ബിസിനസ് മാറുകയാണ്. റീറ്റെയിലേഴ്സിന് അവരുടെ അവസരങ്ങൾ നഷ്ടമാകുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാന പോയിൻ്റാണ്. സ്റ്റോർ ബേസ്ഡ് റീറ്റെയിലേഴ്സ് ഫേസ് കോമ്പറ്റീഷൻ ഫ്രം ദി കാറ്റലോഗ് ഹൗസസ്. നമ്മൾ ഡയറക്റ്റ് മെയിൽ വഴിയായിട്ട് ധാരാളം ഇ-കൊമേഴ്സ് രീതിയിലൊക്കെ ധാരാളം ബിസിനസ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്ഥിതിയാണ് ഇന്ന് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോർ ബേസ്ഡ് ആയിട്ട് റീറ്റെയിൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് കൂടുതൽ കോമ്പറ്റീഷൻ നേരിടാണ്. അവരെ സംബന്ധിച്ച് അവരെന്ത് ചെയ്യാണ്, പുതിയ രീതിയിൽ ബിസിനസ് മൂവ് ചെയ്യേണ്ട ഒരു അവസരത്തിലേക്ക് മാറുകയാണ്. ബിൽഡിംഗ് എൻ്റർടൈൻമെൻറ്റ് സ്റ്റോറിൽ എന്തൊക്കെ കൂടി ഉൾപ്പെടുത്തുകയാണ്, കോഫി ബാറുകൾ, ഡെമോൺസ്ട്രേഷൻ, പെർഫോമൻസ്, മാർക്കറ്റിംഗ് എക്സ്പീരിയൻസുകൾ, ഇങ്ങനെ പല രീതിയിലും അവർ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റീറ്റെയിൽ മേഖല കൂടുതലും താഴ്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഓൺലൈൻ രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ബിസിനസ്. നെക്സ്റ്റ്, ഡിസ്ഇൻ്റർമീഡിയറേഷൻ. നമ്മൾ ഇൻ്റർമീഡിയറീസിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയാണ്. മധ്യവർത്തികളില്ല. നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. നേരിട്ട് വിൽപ്പന നടത്താനുള്ള സൗകര്യങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ്. അമേസിങ് സക്സസ് ഓഫ് early.com, AOL, ആമസോൺ, യാഹൂ ഇങ്ങനെയുള്ള ഒരുപാട് അമേസിങ് ആയിട്ടുള്ള രീതികൾ വന്നതോട് കൂടിയിട്ട് റീറ്റെയിലേഴ്സിന് അവരുടെ അവസരങ്ങൾ, അതുപോലെ ഇൻ്റർമീഡിയറീസ് ഇല്ലാതെ നേരിട്ട് വിൽപ്പന നടത്തുന്നതിനുള്ള അവസരമാണ് മാർക്കറ്റിങ്ങിൽ വന്നിട്ടുള്ളത്. ഓൺലൈൻ മാർക്കറ്റിങ്ങൊക്കെ കൂടുതലായിട്ട് വർധനവിലേക്ക് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ളൊരു ഡെവലപ്മെൻറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കൺസ്യൂമേഴ്സിൻ്റെ ബൈയിങ് പവറും പർച്ചേസിങ് പവർ കൂടുതലാണ്. അവരുടെ ബൈയിങ് പവറൊക്കെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയണത്. ഡിസ്ഇൻ്റർമീഡിയറീസ്, ഇൻ്റർനെറ്റ് കൺസ്യൂമേഴ്സിൻ്റെ ഇടയിലേക്ക് അവരുടെ ബൈയിങ് പവർ ഇൻക്രീസ് ചെയ്യുന്നതിന് കാരണമായിട്ടുണ്ട്. ഹോം, ഓഫീസ്, മൊബൈൽ ഫോൺ, ദേ ക്യാൻ കമ്പയർ ദി പ്രൊഡക്റ്റ് പ്രൈസ്, ഫീച്ചേഴ്സ്, ഓർഡേഴ്സ്, ഗുഡ് ഓൺലൈൻ എനിവേർ ഇൻ വേൾഡ് 24 hours 7 days വീക്ക്. അവരെന്ത് ചെയ്യാണ്, ഫുൾ ടൈം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൊബൈലിൽ അവർക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചും ആ പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചും അതിൻ്റെ പ്രൈസിനെ കുറിച്ചിട്ടൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവസരങ്ങൾ ലഭിക്കുകയാണ്. 24 മണിക്കൂറും
ആഴ്ചയിൽ 7 ദിവസവും അവർക്ക് സെർച്ച് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അതനുസരിച്ച് അവർ പർച്ചേസിങ് പവർ അല്ലെങ്കിൽ ബൈയിങ് പവർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഇനി കൺസ്യൂമേഴ്സിന് വിവരങ്ങൾ ലഭിക്കാനും ഇതേ രീതി തന്നെയാണ്. ഏതാണ്? ഓൺലൈൻ രീതിയിലൊക്കെ നമുക്ക് ധാരാളം വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. കൺസ്യൂമേഴ്സ് ക്യാൻ കളക്ട് ഇൻഫർമേഷൻ അബൌട്ട് പ്രാക്ടിക്കലി എനിത്തിങ്. ദേ ക്യാൻ ആക്സസ് ഓൺ ഓൺലൈൻ എൻസൈക്ലോപീഡിയ, ഡിക്ഷണറി, മെഡിക്കൽ ഇൻഫർമേഷൻ, മൂവി റേറ്റിംഗ്, കൺസ്യൂമേഴ്സ് റിപ്പോർട്ട്, ന്യൂസ് പേപ്പർ. അങ്ങനെ ഓൺലൈനിലൂടെ തന്നെ ധാരാളം ഡിക്ഷണറി വഴിയായിട്ടും ന്യൂസ് പേപ്പറുകൾ വഴിയായിട്ടൊക്കെ അവർക്ക് വിവരങ്ങൾ ലഭിക്കുകയാണ്. പേഴ്സണൽ കണക്ഷൻ ഉണ്ട് എല്ലാവർക്കും. അപ്പോൾ അതിലൂടെ അവർ കൂടുതലായിട്ട് വിവരങ്ങൾ ശേഖരിക്കുന്നു. മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ അവർക്ക് അറിയുന്നുണ്ട്. യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതുവഴിയൊക്കെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള അവസരങ്ങൾ വന്നിട്ടുണ്ട്. ഇനി സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റ്. ഇവർക്ക് ബിസിനസ് നടത്തണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സൈറ്റുകളും ഇന്ന് ലഭ്യമാണ്. നെറ്റ്വർക്ക് സൈറ്റുകളുണ്ട്. സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റ്. കൺസ്യൂമേഴ്സ് വിൽ കോമൺ ഇൻട്രസ്റ്റ്. കൺസ്യൂമേഴ്സ് പൊതുവായിട്ടുള്ള താല്പര്യത്തോട് കൂടിയിട്ട് ഇത്തരത്തിലുള്ള സൈറ്റുകളിൽ അവർക്ക് ചെന്ന് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള അറിവുകൾ ലഭിക്കും. അതിനെക്കുറിച്ച് പ്രത്യേകമായിട്ടുള്ള മാർക്കറ്റും ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒരു കാറ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ കാർ സ്പേസിലേക്ക് നമുക്ക് എന്തുണ്ട്? പ്രത്യേകമായിട്ടുള്ള സൈറ്റ് ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ മോഡലിനെ കുറിച്ചിട്ടും അതിൻ്റെ വിലയെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നതാണ്. ഇനി കൺസ്യൂമേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷനാണ്. കൺസ്യൂമേഴ്സിനെയും കൂടി കമ്പനിയുടെ തീരുമാനങ്ങൾ അതുപോലെ തന്നെ ഡിസൈനിങ് വർക്കുകളിലേക്കൊക്കെ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ള ഒരു മെത്തേഡ് കൂടി ഇന്ന് നടക്കുന്നുണ്ട് മാർക്കറ്റിങ്ങിൽ. കൺസ്യൂമേഴ്സ് ഹാവ് ഫൗണ്ട് ആംപ്ലിഫൈഡ് വോയിസ് ടു ഇൻഫ്ലുവൻസ് പീർ ആൻഡ് പബ്ലിക് ഒപ്പീനിയൻ. അവരുടെ ഒരു ഒപ്പീനിയൻ എടുക്കാനുള്ള അവസരങ്ങൾ ലഭ്യമാകുന്നു. റെക്കഗ്നിഷൻ. കമ്പനി ആർ ഇൻവൈറ്റിംഗ് ദം പാർട്ടിസിപ്പേറ്റിംഗ് ഡിസൈനിങ്. നമ്മൾ ഡിസൈനിങ്ങിൽ അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ മാർക്കറ്റിംഗ് ഓഫറിംഗ് ഫോർ ദി ഹൈറ്റൻഡ് സെൻസ് ഓഫ് കണക്ഷൻ ആൻഡ് ഓണർഷിപ്പ്. നല്ല രീതിയിലൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഓണേഴ്സുമായിട്ട് നല്ല രീതിയിലുള്ളൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാം. പിന്നീട് കൺസ്യൂമേഴ്സ് റെസിസ്റ്റൻസ്. കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? താല്പര്യമുള്ള പ്രൊഡക്റ്റുകൾ സ്വീകരിക്കുന്നു, താല്പര്യമില്ലാത്തത് റെസിസ്റ്റ് ചെയ്യുന്നു, എതിർക്കുന്നുമുണ്ട്. മെനി കസ്റ്റമേഴ്സ് ടുഡേ ഫീൽ ദേ ഹാവ് ഫിയർ റിയൽ പ്രൊഡക്റ്റ് ഡിഫറൻസ്. പ്രൊഡക്റ്റ് ഡിഫറൻസ് എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. സോ ദേ ഷോ ലെസ് ബ്രാൻഡ് ലോയലിറ്റി. അതുകൊണ്ട് തന്നെ അവരുടെ ബ്രാൻഡ് ലോയലിറ്റി കുറവാണ്. ഒരേ പ്രൊഡക്റ്റുകൾ തന്നെ സ്ഥിരമായിട്ട് അവർ വാങ്ങിച്ചുകൊണ്ടിരിക്കണമെന്നൊരു നിർബന്ധമില്ല. താല്പര്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ അവർ ആ ബ്രാൻഡ് മാറ്റിയിട്ട് മറ്റൊരു ബ്രാൻഡിലേക്ക് പോകും. ദേ ബിഗെയിം മോർ പ്രൈസ് ആൻഡ് ക്വാളിറ്റി സെൻസിറ്റീവ്. ദേ ആർ ലെസ് ടോളറൻറ്റ് അബൌട്ട് അൺഡിസൈഡ് മാർക്കറ്റിംഗ്. ആഗ്രഹമില്ലാത്ത മാർക്കറ്റിൽ നിന്ന് അവർ മാറുന്നു. പ്രൈസ് നോക്കി, ക്വാളിറ്റി നോക്കി, സെൻസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അത് മനസ്സിലാക്കാനും അതിനനുസരിച്ച് ബ്രാൻഡുകൾ മാറ്റി ഉപയോഗിക്കാനും ഇന്നത്തെ കസ്റ്റമേഴ്സ് തയ്യാറാണ്. ഇനി ലാസ്റ്റ് പോയിൻ്റാണ് സസ്റ്റൈനബിൾ മാർക്കറ്റിംഗ്. സസ്റ്റൈനബിൾ മാർക്കറ്റിംഗ് ഈസ് ആൻ എക്സ്റ്റെൻഡ് വേർഷൻ ഓഫ് ദി ഇക്കോളജിക്കൽ ആൻഡ് ഗ്രീൻ മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. ഇക്കോളജിക്കൽ മാർക്കറ്റിൻ്റെയും ഗ്രീൻ മാർക്കറ്റിൻ്റെയും ഒരു പുതിയ എക്സ്റ്റെൻഡ് ചെയ്ത വേർഷനാണ് സസ്റ്റൈനബിൾ മാർക്കറ്റിംഗ്. അതിൽ ഇറ്റ് ഈസ് ഇൻ്റഗ്രേറ്റ് സസ്റ്റൈനബിലിറ്റി പ്രിൻസിപ്പിൾ വിത്ത് മാർക്കറ്റിംഗ്. മാർക്കറ്റിങ്ങിൽ നമ്മൾ ഏത് പ്രിൻസിപ്പിൾ കൊണ്ടുവരികയാണ്? സസ്റ്റൈനബിലിറ്റി എന്നുള്ളൊരു തത്വം കൂടി അതിലേക്ക് ഉൾപ്പെടുത്താൻ. വിത്തൗട്ട് സസ്റ്റൈനബിലിറ്റി പ്രിൻസിപ്പിൾ മാർക്കറ്റിംഗ് ഇൻ പ്രസൻറ്റ് ഫോം ഇറ്റ് വുഡ് ബി കണ്ടിന്യൂ ടു ക്രിയേറ്റ് ഗ്ലോബൽ എക്കണോമിക്, സോഷ്യൽ, എൻവയോൺമെൻറ്റ് ക്രൈസിസ്. നമുക്ക് ഗ്ലോബലായിട്ട് എക്കണോമിക്കലായിട്ടും സോഷ്യലായിട്ടും എൻവയോൺമെൻറ്റലായിട്ടും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളൊക്കെ ഒഴിവാകുന്നതിന് വേണ്ടി ഏറ്റവും നല്ലൊരു രീതി സസ്റ്റൈനബിൾ പ്രിൻസിപ്പിൾ നമ്മൾ ഉപയോഗിക്കുകയാണ്. ഒരു പ്രൊഡക്റ്റിൻ്റെ ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഫ്രെയിം വർക്കുകൾ, ആ പ്രൊഡക്റ്റിനെ ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പ്രൊഡക്റ്റിൻ്റെ പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കാനും നമ്മൾ സസ്റ്റൈനബിൾ പ്രിൻസിപ്പിൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇത്രയുമാണ് മാർക്കറ്റിംഗ് റിയാലിറ്റിയിൽ നമ്മൾ പഠിക്കേണ്ട പോയിൻ്റുകൾ. നിങ്ങൾ ഏകദേശം ഒരു 10 പോയിൻ്റെങ്കിലും മനസ്സിലാക്കിയിട്ട് പഠിച്ചു വെക്കുക. പുതിയ രീതികൾ, മാർക്കറ്റിങ്ങിൻ്റെ വളർച്ചയ്ക്ക് ഏതൊക്കെ പുതിയ രീതികളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സോ താങ്ക് യു.